This will be your last chance, your last opportunity. അപ്പോൾ ഞാൻ ഗുഡ് ആഫ്റ്റർനൂൺ പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിന്റെ ഏറ്റവും ലൗഡസ്റ്റ് ഗുഡ് ആഫ്റ്റർനൂൺ ആയിരിക്കണം. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഡെഫ് ആൻഡ് ഡം ആയി പോകും, നിങ്ങൾക്ക് പറയാനുള്ള ശക്തിയൊന്നും കാണത്തില്ലെന്ന് വിചാരിച്ചിട്ട് ഇത് ലാസ്റ്റ് ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞ് you should give me a good afternoon. Are you all ready? Okay, good afternoon everybody. അപ്പോൾ ഈ ഗുഡ് ആഫ്റ്റർനൂൺ 50 ലക്ഷം രൂപ ഉണ്ടാക്കുന്ന ഗുഡ് ആഫ്റ്റർനൂൺ ആണ്. ആദ്യത്തെ ഗുഡ് ആഫ്റ്റർനൂൺ 20,000 രൂപ മാസത്തിൽ ഉണ്ടാക്കുന്ന ഗുഡ് ആഫ്റ്റർനൂൺ ആണ്. അപ്പോൾ there is one thing that is absolutely clear at 12:50 in the afternoon. 12:50 ഒരു കാര്യം നമുക്ക് ക്ലിയർ ആണ്, നമ്മുടെ അകത്ത് ഒരു ഡിറ്റർമിനേഷൻ ഉണ്ട്, ഒരു ഡെഡിക്കേഷൻ ഉണ്ട്, ഒരു സിൻസിയറിറ്റി ഉണ്ട്, എല്ലാം ഉണ്ട് നമ്മുടെ അകത്ത്. എന്നാലും എഗോ എവിടെ വെച്ചോ ഈ ക്വാളിറ്റീസ് ഒക്കെ മരിക്കാൻ തുടങ്ങി. अरे किरण इधर पानी लाके रख, ये पानी चालू है क्या? ये अपने को चल. അപ്പം എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളൊക്കെ? ജോലിയൊന്നുമില്ലേ? Why have you come here? ഓരോന്നായിട്ട് കൈ പൊക്കിട്ട് എന്നോട് പറയണം എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓരോ ആൾക്കാർ യെസ് സർ, why have you come here? എന്റെ ക്ലാസ് കേൾക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. എന്ത് കേൾക്കാനുള്ള മൂടാണ്? എന്ത് കേൾക്കാനും മൂടുണ്ട്? ഞാൻ കാമസൂത്രയുടെ പുറത്ത് നല്ലപോലെ സംസാരിക്കും. കേൾക്കണം, അതങ്ങനെ ലൈവ് ഡെമോ ഒക്കെ ചെയ്യാം. അങ്ങനെ പറയാൻ എന്നോട് എന്ത് വേണമെങ്കിലും കേൾക്കാമെന്ന് പറഞ്ഞ് ഞാനങ്ങ് തുടങ്ങും. അപ്പം you have to be very clear. Why have you come here? Yes madam, why have you come here? എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? Yes madam, എനിക്ക് ജീവിതത്തിൽ വിജയിക്കണം. മാഡം പറയുന്നു എനിക്ക് ജീവിതത്തിൽ വിജയിക്കണം. ആൻഡ് therefore എങ്ങനെ വിജയിക്കണം, എന്ത് കാരണമാണ് ഞാൻ ഇതുവരെ വിജയിക്കാതിരുന്നത് അത് അറിയാൻ വേണ്ടിയാണ് മാഡം. യെസ് മാഡം. ഓ അങ്ങനെ മാഡത്തിന് ഒരു നല്ല ട്രെയിനറായി മാറണം. ഒരു ട്രെയിനർ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം തന്നെയായിരിക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം. ഒരു ട്രെയിനർ എങ്ങനെയാണ് ജീവിക്കുന്നത്, ആ ജീവിതം തന്നെയാണ് ആൾക്കാർ പഠിക്കാൻ പോകുന്നത്. അങ്ങനത്തെ ഒരു ട്രെയിനറായി മാറണമെങ്കിൽ ഇന്നത്തെ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ഒത്തിരിയൊക്കെ പഠിക്കാൻ കിട്ടും. യെസ് സർ, കറുത്ത ഷർട്ടുള്ള ഓക്കെ, somebody else. Okay, somebody else. Yes sir, green shirt out there. To become a diamond, absolutely. ഇപ്പൊ എവിടെയാക്കാൻ? ഇപ്പൊ ഏത് ലെവലിലാണ്? മെന്റലി ഒക്കെ വേണ്ടോ? ഇത് വേറെ മെന്റലി ആയ ഡയമണ്ട് അല്ല, ഏത് ലെവലിലാണ് ഇപ്പം? ഇപ്പൊ ഈഗിളല്ലേ? അപ്പൊ therefore he is saying that I want to be a diamond. അതിനാണ് ഇവിടെ വന്നിരിക്കുന്നത്. സാറ് പറയുന്നു ഇപ്പം ഞാൻ ഈഗിളാണ്, മെന്റലി ഞാൻ ഡയമണ്ട്. ഈ ഡയലോഗ് ഒന്നും നടക്കാൻ പോകുന്നില്ല. മെന്റലി ഡയമണ്ട് ആണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഡയമണ്ട് ആയി മാറണം. Absolutely right. Okay, somebody else. Yes sir, red t-shirt out there. To achieve a certain level of positive energy, അതിന് ന്യൂട്രി ചാർജ് അടിച്ചാൽ മതി. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് ന്യൂട്രി ചാർജ് ഓരോ പ്രോട്ടീൻ ഷേക്കും ഓരോ ടാബ്ലറ്റും അടിച്ചാൽ നമുക്ക് എനർജി ഒക്കെ കിട്ടും. അതിന് ഇവിടെ വരേണ്ട ആവശ്യമൊന്നുമില്ല. Who else would like to say why have you come here? Yes sir. Sorry. Okay, Vijay create ചെയ്യണം. I want to create winners and that is why I have come here. Yes, the gentleman out in the grass. Okay, to achieve marketing knowledge. സാർ എത്ര സമയമായി ഈ ബിസിനസ് വന്നു കഴിഞ്ഞിട്ട്? 2 കൊല്ലം. സാറ് സെയിൽസിനെ പറ്റി ഏതെങ്കിലും ബുക്ക് വായിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ബുക്ക്? റിച്ച് ഡാഡ് പുവർ ഡാഡ് is not a sales book. Rich Dad Poor Dad is all about investment. ഒരാൾ റിച്ച് ഡാഡ് പുവർ ഡാഡ് വായിച്ചാൽ, റോബർട്ട് കിയോസ്കിയുടെ ബുക്ക് വായിച്ചാൽ സെയിൽസിനെ പറ്റി അറിയാൻ പറ്റത്തില്ല. സാറ് സെയിൽസിനെ പറ്റി പഠിച്ചിട്ടുണ്ടോ? സെയിൽസിന്റെ ഏതെങ്കിലും വീഡിയോ, ഏതെങ്കിലും ഓഡിയോ വായിച്ചിട്ടുണ്ടോ? വാങ്ങിച്ചിട്ടുണ്ടോ സെയിൽസിനെ പറ്റി? അപ്പൊ മാർക്കറ്റിംഗ്, സത്യം പറഞ്ഞാൽ ഇത് മാർക്കറ്റിംഗ് അല്ല, ഇത് സെയിൽസ് ആണ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിംഗ് അല്ല, ദിസ് ഇസ് സെയിൽസ്. ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് ഇങ്ങനെ അവയർനെസ് ഉണ്ടാക്കുന്ന ജോലിയാണ്. മാർക്കറ്റിംഗ് മീൻസ് ക്രിയേറ്റിംഗ് അവയർനെസ്. സെയിൽസ് പറഞ്ഞാൽ നമ്മൾ ഒരാളുടെ അടുത്ത് പോകുന്നു, അയാൾ ഒരു സാധനം വിൽക്കുന്നു. അത് വിൽക്കണമെങ്കിൽ നമുക്ക് സെല്ലിംഗ് സ്കിൽസ് അറിഞ്ഞിരിക്കണം. ഹൗ മെനി പീപ്പിൾ ഹാവ് സ്റ്റഡീഡ് സെല്ലിംഗ്? എത്ര പേര് സെയിൽസിനെ പറ്റി പഠിച്ചിട്ടുണ്ട്? ആർക്ക് പറയാൻ നോക്കും സെയിൽസ് ഒരു സയൻസ് ആണോ, അതൊരു ആർട്ടാണോ, അതോ ഒരു സ്കില്ലാണോ? സെയിൽസ് ഒരു സയൻസ് ആണോ,
സയൻസ് എന്ന് പറഞ്ഞ മലയാളത്തിൽ എന്ത് പറയും? ശാസ്ത്രം. അപ്പൊ ശാസ്ത്രമാണോ ആണോ, അതൊരു കഴിവാണോ, ആർട്ടാണോ, അതൊരു സ്കില്ലാണോ, അതൊരു കഴിവ്? വാട്ട് ഇസ് ഇറ്റ്? വൺ അറ്റ് എ ടൈം. ഒരാൾ കൈ നോക്കിയിട്ട് മാത്രം, ഞാൻ ചോദിക്കുന്ന ആൾ മാത്രം പറഞ്ഞാൽ മതി. യെസ് സർ, ജെന്റിൽമാൻ ഔട്ട് ഹിയർ ഈസ് സെല്ലിംഗ് എ സയൻസ് ഓർ എൻ ആർട്ട് ഓർ എ സ്കിൽ? ഇറ്റ്സ് എ സ്കിൽ. He is saying it's a skill. What do you say? It's an art. അപ്പോൾ ഒരാൾ പറയുന്നു ഇതൊരു സ്കില്ലാണ്, ഇതൊരു കഴിവാണ്. ഒരാൾ പറയുന്നു അതൊരു ആർട്ടാണ്. പിന്നെ വേറെ ഒരാൾ, യെസ് സർ, ബ്ലാക്ക് ഔട്ട് ദേർ, വാട്ട് ഡു യു തിങ്ക് ഇറ്റ് ഇസ്? Is it a science? Is it an art or a skill? It's all of them. Wonderful. Yes sir. It's a skill. അതൊരു കഴിവാണ്. അപ്പൊ ഈ കഴിവാണെങ്കിൽ സാറേ, ഇത് വേറെ ആൾക്കാരെ നമ്മൾ എങ്ങനെയാ പഠിപ്പിക്കുന്നത്? ഇപ്പൊ താൻ എന്റെ ഡൗൺ ലൈൻ ആണെങ്കിൽ, സപ്പോസ് താൻ എന്റെ ഡൗൺ ലൈൻ ആണെങ്കിൽ, ഞാൻ തന്നെ പിടിച്ച് RCM കൊണ്ടുവന്നു എന്ന് വിചാരിച്ചു. അപ്പൊ തന്നെ പഠിപ്പിച്ചെടുക്കണ്ടേ? പഠിപ്പിച്ചെടുക്കണമെങ്കിൽ തന്നെ ഞാൻ പഠിപ്പിച്ചെടുക്കണമെങ്കിൽ, ഇതൊരു സ്കില്ലാണെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും അതിനെ പഠിപ്പിക്കുന്നത്? അത് പഠിക്കാൻ വേണ്ടിയാണ് വന്നത്. ഇത് ഊരില്ലോ. എനിക്ക് മലയാളത്തിലെ, ഞാൻ ബോംബെയിൽ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ബോംബെ, എന്റെ മലയാളത്തിൽ ചിരിക്കരുത് കേട്ടോ. യെസ്, ഈസ് സെല്ലിംഗ് എ സയൻസ് ഓർ എൻ ആർട്ട് ഓർ എ സ്കിൽ? യെസ് സർ. Art is also involved. Art can be taught. I don't know. I am asking you. ഞാൻ സാറിനോട് ചോദിക്കുന്നു. നമ്മളെല്ലാവരും വിൽക്കാൻ വേണ്ടിയാണ് ഇറങ്ങിയിരിക്കുന്നത്. നമ്മളെല്ലാവരും സെയിൽസിന്റെ പ്രൊഫഷനിലാണ്. ആ സാർ എവിടെ പോയി? ആ സാർ നിൽക്കുന്ന സാറാണ്, ആ ലോങ് ജെന്റിൽമാൻ, ഹൈറ്റ് ഉള്ള സാറിന്റെ പേരെന്തോ? സുന്ദരേശ്വരൻ. സുന്ദരേശ്വരൻ സാർ എന്നോട് പറഞ്ഞു, ഞാൻ ഇവിടെ വന്നിരിക്കുന്ന മാർക്കറ്റിംഗിനെ വേണ്ടി പഠിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് മാർക്കറ്റിംഗ് അല്ല, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സെയിൽസ് ആണ്, വിൽപ്പനയാണ് നമ്മുടെ ജോലി. വി ആർ സെല്ലിംഗ്. അപ്പൊ സെയിൽസ് വിൽപ്പനയാണെങ്കിൽ സെയിൽസിനെ പറ്റി സാർ ബുക്ക് വായിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. വായിച്ചിട്ടില്ല. റിച്ച് ഡാഡ് പുവർ ഡാഡ് വായിച്ചിട്ടുണ്ട്. അതൊരു മണി മേക്കിങ്ങിന്റെ സ്വഭാവം എങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്, റിച്ച് ഡാഡിന്റെ സ്വഭാവം എന്താണ്, പുവർ ഡാഡിന്റെ ഒരു സ്വഭാവം എന്താണ്, അതിനെ പറ്റിയുള്ള ബുക്ക്. ആ ബുക്ക് വായിച്ചാൽ നമുക്ക് വിൽപ്പന എങ്ങനെ ചെയ്യണം, സെയിൽസ് എങ്ങനെ ചെയ്യണം, ഒരാളെ കൊണ്ട് നമ്മള് എങ്ങനെയാണ് ജോയിനിങ് ചെയ്യിപ്പിക്കുന്ന, ഒരു ടീമിനെ എങ്ങനെയാണ് പഠിപ്പിച്ചെടുക്കുന്നത്, ഇതൊന്നും ആ ബുക്കിനകത്തില്ല. അപ്പൊ ഈ ഓൺ സെയിൽസ് നിങ്ങളിൽ എത്ര പേര് ബുക്ക് വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ അയാളുടെ സുന്ദരേഷൻ വായിച്ചിട്ടില്ല. നിങ്ങളുടെ ഏതെങ്കിലും വീഡിയോ വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടില്ല. ഏതെങ്കിലും ഓഡിയോ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. ആൻഡ് therefore ഞാൻ നിങ്ങളോട് ചോദിച്ചു, ഈ സെല്ലിംഗ്, ഈ വിൽപ്പന എന്ന് പറഞ്ഞാൽ ഇതൊരു ശാസ്ത്രമാണോ, ഇതൊരു സയൻസ് ആണോ, ഇതൊരു ആർട്ടാണോ, ഇതൊരു സ്കില്ലാണോ, ഇതൊരു കഴിവാണോ? അപ്പൊ പല ആൾക്കാരും പല കാര്യങ്ങളാണ് പറഞ്ഞത്. But let me tell you, somebody who said it is a science, all the three is absolutely right. ഇത് മൂന്നുമാണ്. സെല്ലിംഗ് ഈസ് എ സയൻസ്. ഇതിലൊരു ശാസ്ത്രമാണ്. there is a ശാസ്ത്രം. കഥകളി ഒരു ശാസ്ത്രമാണ്. ആദ്യം ആ ശാസ്ത്രം പഠിച്ചു പഠിക്കണം. ഒരു തബലയാണെങ്കിൽ, തബല അടിക്കണമെങ്കിൽ അതും ഒരു ശാസ്ത്രമാണ്. ഒരു ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ അതിലൊരു ശാസ്ത്രമുണ്ട്. ഒരു ആന്ത്രപ്രനർ ആവണമെങ്കിൽ അതിലൊരു ശാസ്ത്രമുണ്ട്. ഒരു സെയിൽസിന്റെ ആളാവണമെങ്കിൽ സയൻസ് അറിഞ്ഞിരിക്കണം. ഒരാൾക്ക് പോയി വിൽക്കണമെങ്കിൽ, ഒരാളുടെ കയ്യിൽ പോയി എന്തെങ്കിലും നമുക്ക് വിൽക്കണമെങ്കിൽ അതിലൊരു സയൻസ് ഉണ്ട്, സയന്റിഫിക് സ്റ്റെപ്സ് ഉണ്ട്, സയന്റിഫിക് സ്റ്റെപ്സ് ഉണ്ട്. ആ സയന്റിഫിക് സ്റ്റെപ്സിനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അത് ആർട്ട് ഡെവലപ്പ് ആവുന്നത്. സയന്റിഫിക് സ്റ്റെപ്സ് ആർ ദേർ. ആ സയന്റിഫിക് സ്റ്റെപ്സിനെ നമ്മൾ പഠിച്ചെടുക്കുന്നു. പഠിച്ചു കഴിഞ്ഞിട്ട് അത് മാർക്കറ്റിൽ പോയി അതേ രീതിയിൽ പഠിച്ച പോലെ നമ്മൾ അത് പ്രവർത്തിക്കുന്നു. പ്രവർത്തിച്ച് അതിൽ പെർഫെക്റ്റ് നമ്മൾ ആവുമ്പോൾ ആണ് നമുക്ക് സ്കിൽ ഡെവലപ്പ് ആവുന്നത്. അങ്ങനെ സെല്ലിംഗ് ഈസ് എ സയൻസ്. there are scientific steps. ആ സയന്റിഫിക് സ്റ്റെപ്സ് പഠിക്കണം. അത് പോയി മാർക്കറ്റിൽ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്ത് അതിനെ പെർഫെക്റ്റ് ചെയ്യണം. അങ്ങനെയായിരിക്കും സെല്ലിംഗ് സ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു കഴിവ് ഡെവലപ്പ് ആവും. അതേപോലെ ലീഡർഷിപ്പ് സ്കിൽ, അതേപോലെ മാനേജ്മെന്റ് സ്കിൽ, അതേപോലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. നമ്മളൊക്കെ പല സാഹചര്യത്തിൽ നിന്നും
പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും നമ്മൾ നിൽക്കുന്നു. ഇപ്പൊ ഒരാൾ ആർമിയിൽ നിന്ന് നമ്മുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നു, RCM ജോയിൻ ചെയ്തു. ഒരാൾ കാഷ്യർ ആയിരുന്നു ബാങ്കിൽ, അയാൾ നമ്മുടെ ഇടയ്ക്ക് വന്ന് ജോയിൻ ചെയ്തു. ഒരു സ്ത്രീ ടീച്ചറായിരുന്നു, ആ ടീച്ചർ വന്ന് നമ്മുടെ കൂടെ RCM ജോയിൻ ചെയ്തു. ആ ടീച്ചറിന് സക്സസ്ഫുൾ ആവണമെങ്കിൽ ആദ്യം ആ ടീച്ചർ സെയിൽസിനെ പറ്റി പഠിക്കണം, സെയിൽസിനെ മനസ്സിലാക്കിയെടുക്കണം. എന്നാൽ മാത്രമേ നമുക്കത് പിടിച്ചു നിൽക്കാൻ ഒക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ തേരാപാലം നടക്കും, ചിലപ്പോ ഒക്കെ നമുക്ക് വിൽക്കാൻ പറ്റും. And that is why the first thing that you have to do is to learn the science of selling. Are you with me? Yes. എല്ലാവർക്കും ഇതുവരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ കൈ ഒന്ന് പൊക്കി കാണിക്കണം. Very good. And that is the most important thing. My dear friends, ഞാൻ എൻ്റെ കരിയർ തുടങ്ങുന്നത് തന്നെ 1983-ലാണ്. രാവിലെ എണീച്ച് ന്യൂസ് പേപ്പർ ഇടാൻ പോകും, ന്യൂസ് പേപ്പർ ഇട്ട് കഴിഞ്ഞിട്ട് രാവിലെ കോളേജിൽ പോകും, കോളേജിൽ നിന്ന് ഉച്ചയ്ക്ക് ഒരു അക്കൗണ്ടന്റ് ജോലി ചെയ്യും, രാത്രി ഞാൻ ട്യൂഷൻ പോകും. അങ്ങനെ ജീവിതം ഇങ്ങനെ 1983, 84, 85 ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ്റെ കയ്യിൽ കാശില്ല. കാശില്ലെന്ന് പറഞ്ഞാൽ 18 മാസമായിട്ട് നമ്മൾ റെന്റ് കൊടുത്തിട്ടില്ല. അപ്പൊ മഹാരാഷ്ട്ര ഹൗസ് കമ്പനിയിൽ ജപ്തിയുടെ നോട്ടീസ് വന്നിട്ടുണ്ട്, വീട് ഒഴിഞ്ഞു കൊടുക്കണം. ദാറ്റ് ഈസ് 1983. നമ്മുടെ ഡോക്ടർ കമ്പൗണ്ടറിനെ അയക്കുന്നു. എന്തിനാ? നമ്മൾ കാശ് കൊടുത്തിട്ടില്ല ഡോക്ടറിന്. നമ്മുടെ പ്രൊവിഷൻ സ്റ്റോറിന്റെ ആള് വീട്ടിൽ വന്ന് നിൽക്കുന്നു, നായർ സാർ പൈസ തോന്നും. അങ്ങനെ വലിയ സിസ്റ്ററുടെ കല്യാണം നടക്കുന്നില്ല, കയ്യെ കാശില്ല. യങ്ങർ സിസ്റ്ററുടെ കല്യാണം നടക്കുന്നില്ല, കയ്യെ കാശില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു വാശി പിടിക്കണം. ഒരു വലിയ ആളാവാൻ ഒരു വാശി വേണം. ആ വാശി ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒന്നും നടക്കത്തില്ല. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സ്വാമിനാഥൻ അയ്യർ എന്ന് പറഞ്ഞ എൻ്റെ കൂടെ പഠിക്കുന്ന എൻ്റെ സ്കൂളിന്റെ ഫ്രണ്ട് എന്നെ ഒരു ദിവസം കാണുന്നു. കണ്ടിട്ട് എന്നോട് ചോദിച്ചു, താൻ എന്ത് ചെയ്യുന്നു? അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, രാവിലെ ന്യൂസ് പേപ്പർ ഇടും, പിന്നെ കോളേജിൽ പോകും, അത് കഴിഞ്ഞിട്ട് അക്കൗണ്ടന്റ് ജോലി ചെയ്യും, അങ്ങനെ രാത്രി ട്യൂഷനൊക്കെ എടുത്ത്. അപ്പൊ അവൻ പറഞ്ഞു, ഈ ന്യൂസ് പേപ്പറുടെ ജോലി നമ്മുടെ കോളനിക്ക് പുൽക്കറി എന്ന് പറഞ്ഞ ആള് 30 കൊല്ലം കൊണ്ട് ചെയ്തില്ല. ഈ 30 കൊല്ലത്തിൽ അയാൾ സ്കൂട്ടർ മാത്രമാണ് മേടിച്ചിരുന്നത്. പിന്നെ താൻ ഈ അക്കൗണ്ടന്റ് ജോലി ചെയ്യണം. ഇന്ന് തനിക്ക് 400 രൂപ സാലറി. നെക്സ്റ്റ് ഇയർ ഇറ്റ് വിൽ ബിക്കം 400, 500, then it will become 600. അങ്ങനെ ഒരു 20 കൊല്ലം കഴിയുമ്പോൾ 10-30,000 രൂപയുടെ സാലറി ആക്കി തനിക്കൊരു അക്കൗണ്ടന്റ്. എങ്ങനത്തെ ജീവിതം? ഒരു ട്യൂഷൻ എടുത്താൽ 100 രൂപ എന്ന് കിട്ടും, 2 ട്യൂഷൻ എടുത്താൽ 200 രൂപ കിട്ടും. അങ്ങനെ എത്ര ട്യൂഷൻ എടുത്താൽ നീ നിന്റെ ലൈഫിനെ മാറ്റുമോ? സന്തോഷ് നായർ ബഡാ ആദ്മി കഭി നീ ബനേഗ. നീ ഒരു വലിയ ആളായിട്ട് മാറത്തില്ല. നിന്റെ അച്ഛനൊരു ചെറിയ രീതിയിലാണ് ജീവിച്ചവും എല്ലാവരുടെ കയ്യിൽ നിന്നും കാശും കടം മേടിച്ചത്. അതുപോലെ തന്നെയായിരിക്കും തന്റെ ജീവിതം. അങ്ങനെ സ്വാമിനാഥൻ അയ്യർ പറയുമ്പോൾ എന്ത് ചെയ്യണം എന്ന് അവനോട് തന്നെ ഞാൻ ചോദിക്കുന്നു, എന്ത് ചെയ്യണം? അപ്പൊ അവൻ ഹിന്ദിയിൽ ഒരു ഡയലോഗ് അടിച്ചു, जिंदगी बनानी है और अपनी चाहतों के हिसाब से जिंदगी को जीनी है. अगर जिंदगी बनानी है, नाम बनानी है, पैसा कमाना है, इज्जत कमाना है और अपनी चाहतों के हिसाब से जिंदगी को जीना है तो सेल्स में आ जाओ. നമ്മുടെ ജീവിതത്തിൽ കാശുണ്ടാക്കണമെങ്കിൽ, പേരുണ്ടാക്കണമെങ്കിൽ, പദവി ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ ആഗ്രഹിക്കുന്ന പോലെ കാശുണ്ടാക്കണം. ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ മാസം 50,000 വേണമെന്ന് പറഞ്ഞാൽ സെയിൽസിന് 50,000 കിട്ടും വേണം. ഈ മാസം 5 ലക്ഷം വേണമെന്ന് പറഞ്ഞാൽ ഈ മാസം തന്നെ നമുക്ക് 5 ലക്ഷം കിട്ടും. ഈ മാസം തന്നെ നമുക്ക് 8 ലക്ഷം രൂപ വേണമെന്ന് വിചാരിച്ചാൽ സെയിൽസിൽ മാത്രമേ നടക്കത്തുള്ളൂ. സെയിൽസിൽ 10 ലക്ഷം വേണമെന്ന് വിചാരിച്ചാൽ ഒരു മാസത്തിൽ സെയിൽസിൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. സെയിൽസിൽ 50 ലക്ഷം രൂപ ഒരു മാസത്തിൽ വേണമെന്ന് വിചാരിച്ചാൽ ഇത് സെയിൽസിൽ മാത്രമേ നടക്കത്തുള്ളൂ. ഒരു അക്കൗണ്ടന്റ് വിചാരിച്ചാൽ ഇത് നടക്കത്തില്ല. ഡു യു അഗ്രി വിത്ത് മീ? ഒരു അക്കൗണ്ടന്റ് എത്ര ചെയ്താൽ അവന് ഇപ്പൊ നമ്മുടെ കമ്പനി തന്നെ ഒരു യോഗേഷ് എന്ന് പറഞ്ഞ അക്കൗണ്ടന്റ് 30,000 രൂപ സാലറി. അവൻ എത്ര വർക്ക് ചെയ്താലും അത് 30,000 ഇരിക്കത്തുള്ളൂ. അവൻ എത്ര കമ്മിറ്റ്മെന്റ് വെച്ച് ജോലി ചെയ്താലും അത് 30,000 ആകത്തുള്ളൂ. അവൻ എന്ത് ചെയ്താലും അവൻ ജോലി ചെയ്തില്ലെന്ന് വിചാരിക്കും, എന്നാലും 30,000 കിട്ടുള്ളൂ. ബട്ട് അവൻ ആഗ്രഹിച്ചാൽ പോലും അവൻ 3 ലക്ഷം രൂപ ഉണ്ടാക്കാൻ ഒക്കില്ല. അതാണ് നമ്മളിരിക്കുന്ന പ്രൊഫഷൻ, സെയിൽസ്. അതിന് അത്രയും വില നമ്മൾ കൊടുക്കുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. അങ്ങനത്തെ വില കൊടുത്ത് ഞാൻ പഠിച്ച പ്രൊഫഷനാണ് സെയിൽസ്. അപ്പം സ്വാമിനാഥൻ അയ്യർ അത് പറയുക,
ഞാൻ പറഞ്ഞു ഓക്കെ, എന്നാൽ നമ്മൾ സെയിൽസിലോട്ട് കയറാം. അങ്ങനെ 1985 ഒരു വലിയ അഡ്വർടൈസ്മെന്റ് കാണുന്നു. Want to make it big in life, want to make a lot of money, come join Eureka Forbes. കേട്ടിട്ടുണ്ടോ Eureka Forbes? വാക്യൂം ക്ലീനർ, വാക്യൂം ക്ലീനർ നമ്മുടെ ഈ ക്ലീനിങ് മെഷീൻ വിൽക്കുന്ന കമ്പനിയാണ്. സമയത്ത് വാക്യൂം ക്ലീനറും അക്വാഗാർഡ് പറഞ്ഞ വാട്ടർ പ്യൂരിഫയറും വിൽക്കുന്ന കമ്പനിയായിരുന്നു Eureka Forbes. അവിടെ പോകുന്നു, ഇന്റർവ്യൂ കൊടുക്കുന്നു, റിജക്ട് ആവുന്നു. എന്തിനാ? I didn't look like a salesman, I didn't walk like a salesman, I didn't talk like a salesman. 18-20 കിലോയുടെ സൂട്ട് കേസും എടുത്ത് വീടുകളിൽ പോയി, ഓരോ വീടുകളിൽ പോകണം. 20 കിലോയുടെ സൂട്ട് കേസ് എടുത്ത് ഓരോ വീടുകളിൽ പോയി നോക്ക് ചെയ്ത് നമ്മൾ വാക്യൂം ക്ലീനർ വിൽക്കണം. അതായിരുന്നു ജോലി. അങ്ങനത്തെ ഒരു ജോലി ഏറ്റെടുക്കാൻ ഒത്തിരി ആൾക്കാർക്ക് ബുദ്ധിമുട്ടും പ്രയാസമാണ്. എന്തിന്? റിജക്ഷനാണ്. 100 ഡോറിൽ പോയാൽ 95 ഡോർസ് നിങ്ങളുടെ മുഖത്ത് തന്നെ ഒരു ബാങ്ക് അതുപോലത്തെ ഒരു സാഹചര്യമാണ്. അപ്പം അവിടെ റിജക്റ്റ് ആകുന്നു. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ തന്നെ ഒരു മാനേജറിന് ആൾക്കാർ കിട്ടുന്നില്ല. അതുകൊണ്ട് റിജക്റ്റഡ് കാൻഡിഡേറ്റ്സിന്റെ ലിസ്റ്റിൽ നിന്ന് നമ്മളെ പൊക്കുന്നു. അങ്ങനെ 4th ജൂലൈ 1985 ഞാൻ Eureka Forbes ജോയിൻ ചെയ്തു. 1985 5 ദിവസത്തെ ട്രെയിനിങ് കിട്ടി. ആ 5 ദിവസത്തിൽ എങ്ങനെ ഗോൾസ് ഉണ്ടാക്കണം, എങ്ങനെ നമ്മുടെ ലക്ഷ്യം ഉണ്ടാക്കണം, എങ്ങനെ ഗോൾ ബുക്ക് ഉണ്ടാക്കണം, എല്ലാ കൊല്ലവും എന്തൊക്കെ അച്ചീവ് ചെയ്യണം, അതെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എങ്ങനെ എഴുതണം. ഈ കൊല്ലം 2024 എന്ത് വേണം, 2027 നമുക്ക് എന്ത് വേണം, 2028 നമുക്ക് എന്ത് വേണം, അങ്ങനെ ഗോൾ ബുക്ക് എങ്ങനെ എഴുതണം, അതൊക്കെ ഗുപ്ത സാർ എന്ന് പറഞ്ഞ അന്നത്തെ ബ്രാഞ്ച് മാനേജർ എന്നെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ 5 ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് 6ാമത്തെ ദിവസം ഫീൽഡിലായിരുന്നു. 20 ദിവസം ഒക്ടോബർ 1985 വേണ്ടി ബാക്കിയുണ്ട്. ആ സമയത്ത് ഞങ്ങളുടെ കമ്പനി 3500 ആൾക്കാരുണ്ടായിരുന്നു. 3,500 സെയിൽസ്മെൻ. ഈ 3500 സെയിൽസിന്റെ ആൾക്കാരിൽ ആവറേജ് വാക്യൂം ക്ലീനർ സെയിൽസ് പെർ മന്ത് പെർ പേഴ്സൺ 4 വാക്യൂം ക്ലീനർ. 3500 ആൾക്കാർ വിൽക്കുന്ന ആവറേജ് സെയിൽസ് ആണ് 4 വാക്യൂം ക്ലീനർ പെർ മന്ത്. ഒരാൾ 6-7 വിറ്റാൽ നമ്മുടെ ബ്രാഞ്ച് മാനേജർ നല്ല ഉടുപ്പി ഹോട്ടലിൽ കൊണ്ടുപോകും. എൻഡ് ഓഫ് ദ മന്തിൽ ഒരു താലി മേടിച്ച്, ഒരു താലി 8-9 വിറ്റാൽ നമ്മുടെ റീജിയണൽ മാനേജർ അതിനേക്കാട്ടും നല്ല റെസ്റ്റോറന്റിൽ മന്ത് എൻഡി കൊണ്ട് ഡിന്നർ മേടിച്ചു. അങ്ങനെ 14-15 വിറ്റാൽ ഞങ്ങളുടെ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ അഖിൽ മാർഫത്തിയ, അയാളുടെ അന്നത്തെ ഇന്ത്യയുടെ മോസ്റ്റ് എക്സ്പെൻസീവ് കാർ സ്റ്റാൻഡേർഡ് 2000 കാറിൽ വന്ന് നമ്മുടെ ജുവൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു നല്ല റെസ്റ്റോറന്റിൽ കൊണ്ടുപോകും. അവിടെ പോയി ഒരു ബിയറൊക്കെ മേടിച്ചു തന്ന്, ഒരു തന്തൂർ ചിക്കൻ ഒക്കെ മേടിച്ചു തന്ന്, and he will kiss you on any part of the body. ഇവിടെ ഒരു ഉമ്മ തരാൻ പറഞ്ഞാൽ അയാൾ ഒരു ഉമ്മ തരും. അങ്ങനെ 14 വിറ്റാൽ നമ്മുടെ MD വരുന്ന സാഹചര്യമാണ്. അങ്ങനത്തെ ഒരു ലൈഫിലാണ് ഞാൻ ഇറങ്ങുന്നു. ബോംബെയുടെ റെഡ് ലൈറ്റ് ഏരിയയിലായിരുന്നു എൻ്റെ ടെറിട്ടറി. 1985 20 ദിവസം ബാക്കിയുണ്ട് ഒക്ടോബർ 1985. ആ 20 ദിവസത്തിൽ ഞാൻ 26 വാക്യൂം ക്ലീനർ വിറ്റു. I sold 26 വാക്യൂം ക്ലീനർ. അപ്പൊ എല്ലാവർക്കും തോന്നി ഇതൊരു ഫ്ലുക്ക് അല്ലേ, എനിക്കും തോന്നി ഇതൊരു ഫ്ലുക്കാണ്. എന്നാലും അടുത്ത മാസം ഞാൻ 32 വിറ്റു. അത് കഴിഞ്ഞിട്ട് അടുത്ത മാസം ഞാൻ 36 വിറ്റു. അത് കഴിഞ്ഞിട്ട് 37, 38, 39, 41, 43. But I never sold less than my previous month in the history of my life as a salesman. അപ്പൊ അവരുണ്ടാക്കി എന്നെ ഒരു ഗ്രൂപ്പ് ലീഡർ ആക്കി. 4 ചെറുക്കന്മാർ തന്നെ എന്നെ ഒരു ഗ്രൂപ്പ് ലീഡർ ആക്കി. മാഡം അവിടെ ഇന്ത്യയിലെ നമ്പർ 1 സെയിൽസ്മാൻ ആയിരുന്നു. നമ്പർ 1 സെയിൽസ്മാൻ ഇൻ ദ വേൾഡ് ആക്കി. നമ്പർ 1 ഗ്രൂപ്പ് ലീഡർ ആയിട്ട് മാറി. അപ്പൊ എന്നെ 12 ആൾക്കാർ തന്നെ എന്നെ ഒരു സൂപ്പർവൈസർ ആക്കി. അപ്പൊ ഞാൻ ഇന്ത്യയുടെ നമ്പർ 1 സൂപ്പർവൈസറായി. അങ്ങനെ ഇരിക്കുമ്പോൾ അവരെന്നെ ബ്രാഞ്ച് മാനേജർ ആക്കി. ആദ്യത്തെ പ്രാവശ്യം ഇന്ത്യയിൽ 200 സെയിൽ 1986 ചെയ്യുന്ന ബ്രാഞ്ചായിരുന്നു എന്റെ ബ്രാഞ്ച്. ആദ്യത്തെ പ്രാവശ്യം 300 സെയിൽസ് ഞങ്ങളായിരുന്നു ചെയ്ത്. ആദ്യത്തെ പ്രാവശ്യം 400 സെയിൽസ് നമ്മുടെ ബ്രാഞ്ചായിരുന്നു ചെയ്ത്. ആദ്യത്തെ പ്രാവശ്യം 500 സെയിൽസ്, ഒരു മാസത്തിൽ 500 സെയിൽസ് വാക്യൂം ക്ലീനർ 1986 അതെന്റെ ബ്രാഞ്ചായിരുന്നു ചെയ്ത്. നമ്മുടെ ചെറുക്കന്മാരും പെണ്ണുങ്ങളുമായിരുന്നു ചെയ്തത്. മൈ ഡിയർ ഫ്രണ്ട്സ്,
യുറേക്ക ഫോർബ്സ് വിട്ടിട്ട് 30 കൊല്ലമായി. ഇതുവരെ ആ റെക്കോർഡ്സ് ആരും ബ്രേക്ക് ചെയ്തിട്ടില്ല. അങ്ങനെ അവിടെ ഡെപ്യൂട്ടി ഡിവിഷണൽ സെയിൽസ് മാനേജർ ആവുന്നു, ഡിവിഷണൽ സെയിൽസ് മാനേജർ ആവുന്നു, ഏരിയ സെയിൽസ് മാനേജർ ആവുന്നു, റീജിയണൽ സെയിൽസ് മാനേജർ ആവുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ കമ്പനി DGM ആവുന്നു, ജനറൽ മാനേജർ ആവുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ട്രെയിനിങ് കമ്പനിയിൽ വൈസ് പ്രസിഡന്റ് ആവുന്നു, ഡയറക്ടർ ആവുന്നു. അവിടെ അങ്ങനെ 15 കൊല്ലം ജോലി ചെയ്തു. ആ 15 കൊല്ലം ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് 23 കൊല്ലം മുമ്പിൽ ഈ സ്മാർട്ട് എന്ന് പറഞ്ഞ സ്ഥാപനം ഞാൻ തുടങ്ങുന്നു. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഈ സ്മാർട്ട് എന്ന് പറഞ്ഞ സ്ഥാപനം വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് കമ്പനീസിനെ ഞങ്ങൾ ട്രെയിൻ ചെയ്തു. മെർസിഡീസ് ബെൻസ്, ഫോർഡ്, ഹുണ്ടായി, കൊക്കോകോല, നിങ്ങൾ വിചാരിച്ച ഏത് കമ്പനിയും ഞങ്ങൾ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്മോൾ ആൻഡ് മീഡിയം ആൻട്രപ്രനേഴ്സിനെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പീപ്പിൾ ആവാം, സെയിൽസ് ആവാം, ലൈഫ് ഇൻഷുറൻസ് ആവാം, എല്ലാവരും ട്രെയിൻ ചെയ്തു. ഗവൺമെന്റ് എന്റെ ആദ്യത്തെ സാലറി ആയിരുന്നു 500 രൂപ. പിന്നെ 10% HR, അപ്പൊ 550 രൂപ. എന്നാലും എന്റെ ആദ്യത്തെ ബോസിന്റെ ബോസ് അനിൽകുമാർ, അനിൽ അമ്പോ എന്ന് പറഞ്ഞ ആള്, അയാൾ പറഞ്ഞു എല്ലാ ടൈമും നമ്മുടെ സാലറിയെക്കാട്ടിലും കൂടുതലാണ് നമ്മുടെ ഇൻസെന്റീവ്. 10 times ഓഫ് യുവർ സാലറി നിങ്ങൾ ഇൻസെന്റീവ് ഉണ്ടാക്കണം. അങ്ങനെ മനസ്സിനകത്ത് ഞാൻ എല്ലാ ടൈം കൊണ്ടുവന്ന സ്വപ്നമാണ് 10 to 15 times to 25 times ഇൻസെന്റീവ് ഉണ്ടാക്കണം. അപ്പൊ 500 രൂപ സാലറി 3500 രൂപ, 4000 രൂപ, 5000 രൂപ ഞാൻ ഇൻസെന്റീവ് ഉണ്ടാക്കുമായിരുന്നു 1985 അന്ന്. അപ്പം അന്നത്തെ ആഗ്രഹം ഒരു മാസത്തിൽ 5000 രൂപ ഉണ്ടാക്കണം. 5000 രൂപ ഉണ്ടാക്കുമ്പോൾ പിന്നെ 1 ലക്ഷം വെച്ചു. ഇനിയും 50,000 രൂപ ഒരു മാസത്തിൽ ഉണ്ടാക്കണം. 50,000 രൂപ ഉണ്ടാക്കുമ്പോൾ ലക്ഷം വെച്ചു, 1 ലക്ഷം രൂപ ഉണ്ടാക്കണം മാസത്തിൽ. പിന്നെ ഒരു ഗോൾ വെച്ചു, 2 ലക്ഷം രൂപ, 3 ലക്ഷം രൂപ, 4 ലക്ഷം രൂപ, 5 ലക്ഷം രൂപ മാസത്തിൽ ഉണ്ടാക്കണം. 5 ലക്ഷം രൂപ ലൈഫിൽ മാസത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന സമയത്താണ് ഞാൻ ഇനി വിചാരിച്ചു ഈ മാസത്തിന്റെ ഇടപാട് വേണ്ട. I don't want to make 5 lakhs in a month. Now I want to make 5 lakhs in a day. ഒരു ദിവസത്തിൽ 5 ലക്ഷം രൂപ ഉണ്ടാക്കും. അങ്ങനെ 300 രൂപ ഒരു ദിവസത്തിൽ മേടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് 3000 രൂപ ഒരു ദിവസത്തിൽ ഉണ്ടാക്കുന്നു, 30,000 രൂപ ഉണ്ടാക്കുന്നു, 3 ലക്ഷം രൂപ ഉണ്ടാക്കുന്നു. അങ്ങനെ 5 ലക്ഷം രൂപ എല്ലാ ദിവസവും ഉണ്ടാക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിചാരിച്ചത് ഇനി ഈ ദിവസത്തെ പരിപാടി വേണ്ട. Now I want to make money by the hour. So I said I want to make 10,000 rupees an hour, 20,000 rupees an hour, 30,000 rupees an hour, 50,000 rupees an hour. അങ്ങനെ ഇന്ന് 10 ലക്ഷം രൂപ എല്ലാ ദിവസവും ഉണ്ടാകും. എനിക്ക് ഓർമ്മയുണ്ട് എന്റെ ആദ്യത്തെ പേന നമ്മൾ ഈ ബോംബെ ട്രെയിൻ ഒക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഷാർപ്പിന്റെ പെന്നാണ്, 2 രൂപയുടെ പെന്നാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഈ പെൻ വെക്കരുത്, ഇനി നമ്മൾ വെക്കാൻ പോകുന്ന പെന്നായിരിക്കും വിൽസൺ പെൻ, 40 രൂപ. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇനി ഈ വിൽസണിനെ കൊണ്ട് നടക്കത്തില്ല, അപ്പൊ ഷെഫർ പെൻ വെക്കണം, 400 രൂപയുടെ ഷെഫർ പെൻ. പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയും തൊട്ട് ഈ ഷെഫർ പെൻ വെക്കത്തില്ല, ഇനിയുള്ള അടുത്ത ലക്ഷമായിരിക്കും നമ്മുടെ ക്രോസ് പെൻ, സിൽവർ ക്രോസ് പെൻ, അത് 1000 രൂപ. അത് കഴിഞ്ഞ് 2000 രൂപയുടെ. ഇപ്പൊ ഈ കാണുന്ന പെൻ 10 ലക്ഷം രൂപയുടെ. അങ്ങനെ നമ്മുടെ ആദ്യത്തെ വാച്ച് അച്ഛൻ ഗിഫ്റ്റ് മേടിച്ച് തന്ന 25ാമത്തെ ഹാൻഡ് ആയിരിക്കും, സെക്കൻഡ് ഹാൻഡ് ഒന്നും അല്ലായിരുന്നു. അത് ഹെൻറി സാൻഡോസൺ ഫിലിപ്സ് പറഞ്ഞ ഒരു വാച്ചായിരുന്നു. അപ്പൊ ആദ്യം മേടിച്ച വാച്ച് സിറ്റിസൺ ക്രോസ് 500 രൂപയുടെ. അത് കഴിഞ്ഞിട്ട് ഈ വാച്ച് കൂടുതൽ സമയം ഇത് ഇട്ടോടെ നടക്കത്തില്ലെന്ന് മനസ്സിൽ വിചാരിക്കുന്നു. ഒരു ഡേറ്റ് വെക്കുന്നു, ആ ഡേറ്റിൽ പോയി ടൈറ്റൻ ക്ലാസിക് വാച്ച് മേടിക്കുന്നു 1250. അത് കഴിഞ്ഞിട്ട് 25,000 രൂപയുടെ വാച്ച്, അത് കഴിഞ്ഞിട്ട് 10 ലക്ഷം രൂപയുടെ വാച്ച് വരെ നമ്മൾ എത്തുന്നു. അങ്ങനെ ബോംബെയിലെ നമ്മള് ട്രെയിനിലാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന സാറ്. അപ്പൊ ഇനി വേണ്ട, ഇനി നമ്മള് ബൈക്കിൽ പോവാം. അങ്ങനെ സെക്കൻഡ് ഹാൻഡ് കാവാസാക്കി ബജാജ് എന്ന് പറഞ്ഞ സ്കൂട്ടർ ഉണ്ട്, മോട്ടോർ സൈക്കിൾ ഉണ്ട്, അത് മേടിക്കുന്നു. അതിലിരുന്ന് കുറച്ചു ദിവസം കഴിയുമ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയും അത് രാജ്ദൂത് 175 ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ആ ബൈക്ക് നമുക്ക് മേടിക്കാം. അങ്ങനെ ആ ബൈക്ക് മേടിക്കുന്ന ദിവസം തന്നെ സെക്കൻഡ് ഹാൻഡ് പ്രീമിയർ പത്മിനി ഏത് ദിവസം മേടിക്കണം അതിന്റെ ഒരു ഡേറ്റ് ഇടുന്നു, സമയം ഇടുന്നു. ആ പ്രീമിയർ പത്മിനിയുടെ പൂജ നടത്തി തിരിച്ചു വരുമ്പോഴാണ് നമ്മളൊരു ഡേറ്റ് ഇടുന്നു, ഒരു സമയം വെക്കുന്നു. അടുത്ത കാർ വിൽ ബി മാരുതി 800 നോൺ എയർ കണ്ടീഷൻ. അങ്ങനെ അതും കൊണ്ടുവരുമ്പോൾ
അടുത്ത വണ്ടി മാരുതി എയർ കണ്ടീഷൻ ആയിരിക്കണം. അത് കഴിഞ്ഞിട്ട് അടുത്ത വണ്ടി മാരുതി എസ്റ്റീം 6,35,000 ക്യാഷ് ഡൗൺ കൊടുത്ത് ഈ ദിവസം മേടിക്കണം. ആ വണ്ടി മേടിച്ച് പൂജയും ചെയ്ത് തിരിച്ചു വരുമ്പോഴാണ് നമ്മൾ വിചാരിക്കുന്ന ഹുണ്ടായി സ്വത്ത 15 ലക്ഷം രൂപയുടെ ഈ വണ്ടി മേടിക്കണം. 15 ലക്ഷം രൂപയുടെ വണ്ടി മേടിച്ചു കഴിയുമ്പോൾ ആ ദിവസം പൂജ ചെയ്ത് തിരിച്ചു വരുമ്പോഴാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അടുത്ത വണ്ടി മെർസിഡീസ് ബെൻസ് ആയിരിക്കണം, E280 ആയിരിക്കണം. 58 ലക്ഷം രൂപയുടെ മെർസിഡീസ് ബെൻസ് മേടിക്കുന്നു. ആ ദിവസം തന്നെ ഡേറ്റ് ഇടുന്നു. അടുത്ത മെർസിഡീസ് ബെൻസ് എസ് ക്ലാസ് ആയിരിക്കണം, 1 കോടി രൂപയുടെ മെർസിഡീസ് ആയിരിക്കണം. അങ്ങനെ ആ ഡേറ്റിൽ ആ മെർസിഡീസ് മേടിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ 2 കോടി രൂപയുടെ മെർസിഡീസ് മേടിക്കണം. അത് കഴിഞ്ഞിട്ട് 3 കോടി രൂപയുടെ മെർസിഡീസ് മേബാക്ക് മേടിക്കണം. അടുത്ത വണ്ടി റോൾസ് റോയ്സ് ആയിരിക്കും 8 കോടി രൂപയുടെ. അങ്ങനെ എല്ലാം ഡേറ്റ് ഉണ്ട് മാഡം. വാട്ട് ഹാവ് യു ലേൺഡ് ഫ്രം മൈ ലൈഫ്? എന്റെ ജീവിതത്തിൽ നിന്നും ഞാൻ അവിടെ സുന്ദരേശൻ സാഹിബിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയും അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ജീവിതം പറയുകയും. അപ്പം ആദ്യം ഞാൻ ഓരോ വീടുകളിൽ പോകുമ്പോൾ 50 വീടുകളിൽ പോകുമ്പോൾ ഒരു വാക്യൂം ക്ലീനർ വിൽക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ചു, സെയിൽസിനെ പറ്റി പഠിച്ചു. പഠിച്ചെടുത്തപ്പോൾ 30 ആൾക്കാരെ പോയി കാണുന്നു, ഒരാൾക്ക് വിൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒത്തിരി ഓഡിയോസ് കണ്ടു, ഒത്തിരി ഓഡിയോസ് കേട്ടു, ഒത്തിരി വീഡിയോസ് കണ്ടു. അങ്ങനെ അത് 10:1 ആവുന്നു, 3:1 ആവുന്നു, 2:1 ആവുന്നു, 1:1 ആവുന്നു. ലാസ്റ്റ് 35 കൊല്ലത്തെ എന്റെ റേഷ്യോ ആണ് 1:1. എന്റെ കൺമുമ്പിൽ ആരെങ്കിലും വന്നാൽ അവന്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാതെ ഞാൻ തിരിച്ചു പോകുന്ന പ്രശ്നമേ ഇല്ല. അവനാണെങ്കിൽ ചട്ടി പണയം വെക്കും, എന്നാലും ഞാൻ കാശ് എടുത്തിട്ടേ പോത്തുള്ളൂ. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസും അങ്ങനത്തെ ഒരു സ്കിൽ ഡെവലപ്പ്. 400 ബുക്സ് സെയിൽസിനെ പറ്റി മൂർത്തി സാറ് വായിച്ചിട്ടുണ്ട്. 400 ബുക്സ് ഓൺ സെയിൽസ്. 1250 വീഡിയോസ് എൻ്റെ വീട്ടിൽ ഇന്നുണ്ട്. 1250 വേൾഡിലെ ഏറ്റവും വലിയ വലിയ ഗുരുക്കന്മാരുടെ എല്ലാ വീഡിയോസും കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ 1:1. നമ്മൾ സാറിന്റെ വീട്ടിൽ വന്നാൽ സാറിനെ പൊക്കിയിരിക്കും. സാറിനെ ജോയിൻ ചെയ്യിപ്പിക്കാതെ അല്ലെങ്കിൽ സാറിന് ഒരു ന്യൂട്രീഷൻ പാക്കേജോ എന്തെങ്കിലും വിൽക്കാതെ ടൈം വിഷ് തിരിച്ചു പോകുന്ന പ്രശ്നമേ ഇല്ല. ആൻഡ് വാട്ട് ഹാവ് യു therefore learned from me? എന്ത് പഠിച്ചു നിങ്ങൾ ഈ ലാസ്റ്റ്? ഞാൻ ഏതാണ്ട് ഒരു അരമണിക്കൂർ കൊണ്ട് സംസാരിക്കുന്നു. 40 minutes I have been speaking out here. What have you learned from me? What did you learn? കൈ പൊക്കി ഓരോന്നായിട്ട് പറയണം. യെസ് മാഡം, യെസ് മാഡം. എന്ത് പഠിച്ചു മാഡം? ഞാൻ ഇപ്പോൾ 45 മിനിറ്റ് കൊണ്ട് സംസാരിക്കുന്നു. വാട്ട് ഡിഡ് യു ലേൺ? ജീവിതത്തിൽ ഉറച്ചു തീരുമാനിക്കണം, എനിക്ക് വിജയിക്കണം, വാശി പിടിക്കണം. വിജയിക്കണം എന്ന് പറഞ്ഞാൽ വാശി പിടിക്കണം. വാശി പിടിച്ചാൽ മാത്രമേ everything is going to be possible. വാശി പിടിക്കണം. And therefore in my life, you know, അപ്പൊ തുടങ്ങാം അല്ലേ? ജയ ആർസിയ. ഓക്കെ, मेरा चार्ज, എന്റെ ചാർജ്. Okay, so my dear friends, you know, today's program is known as everything is possible. Everything is possible. അങ്ങനെ മാഡം പറയുന്ന കാര്യം ശരിയാണ്.